നമ്മുടെ എവിടെ നമ്മൾ പോണേ ഇന്നെന്താണ് ഫോട്ടോ ഇന്ന് സേവ് ദ ഡേറ്റ് നമ്മളുടെ സേവ് ദ ഡേറ്റിനടുത്ത് തുടങ്ങാൻ പോണല്ലേ. അതെ അവരൊക്കെ വന്ന് കോസ്റ്റ്യൂം ഇട്ടാ മറ്റേ നിന്ന് മാറി. അതെ ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ സംഭവം വെച്ചാൽ നമ്മൾ രാവിലെ ആയിട്ട് ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കണത്. അപ്പൊ എല്ലാവരും ഇവിടെ നേരം എവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ തക്കു സുഖു വലിയ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോമാ വാ പറയട്ടെ തക്കു എന്നിട്ട് എന്താണ് പരിപാടി? എന്താണെന്ന് എന്തായിരുന്നു? എന്ത് സാധനമാ പറയണ്ട. അതെ എത്ര ഉറുമ്പിട്ട ഉറുമ്പ് പോകില്ല. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ വെച്ചേക്കണ പെട്ടി ഒരു മിക്കോസ് എടുത്ത് നോക്കാറുണ്ട്. അപ്പൊ ഇന്ന് നോക്കിയപ്പോ ഒരെണ്ണത്തിൽ ഇത്തിരി ഉറുമ്പ്. ഒരെണ്ണത്തിലല്ല, ആ സാധനത്തിൽ മാത്രം ഒരു 3-4 പെട്ടിയില് അത് മാത്രം ഇങ്ങനെ ഉറുമ്പിരിക്കണ്. അതെ അതെ അതെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ന് എവിടെ പോണെന്ന് അറിയോ? ഇന്ന് നമ്മുടെ എവിടെ നമ്മ പോണേ? ഇന്നെന്താണ് ഫോട്ടോ ഇന്ന് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോണേട്ടാ. ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ചെറായി തന്നെയാണ് പോണത്. അപ്പൊ സുധു ഞാനും ചിപ്പനും അത് സുധുവാണ് എന്നെ കൊണ്ടുപോണത്. അപ്പൊ രാവിലെ തന്നെ പോണേണ്ട, രാവിലെ കാർന്നൂര്. അതെ അതെ ഇത് റെഡിയാക്കി വെച്ചേക്കണത് ഡ്രസ്സ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ കഴിയും. സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ഫോട്ടോ ഒക്കെ ഇട്ട് ഇറക്കണ്ടേ. ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് പുറകെ കാണാം. അവിടെ വളരെ രസകരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അല്ലേ അല്ലേ? കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ്. അതെ അപ്പൊ നമുക്ക് പോയിട്ട് വന്നല്ലേ ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ അപ്പൊ നോക്കിയ ശ്രുതിയൊക്കെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ട് വന്നേക്കേണ്ട. അപ്പൊ നമ്മളെവിടെ പോവാണ്? ഷൂട്ട് എടുക്കാൻ പോണ കേട്ടാ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെറിയ അമ്മയെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇട്ടിട്ട് പോണേ. ചാച്ചാ പോയിട്ട് വരാം. അപ്പൊ അതെ ചിപ്പനും സംഘവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? പോവാ. ഹലോ. അപ്പൊ നോക്കി അപ്പൊ അതെ നമ്മുടെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ചെറായിലാണ് എത്തിയിട്ടുണ്ട്. ചെറായിൽ നമ്മളുടെ സേവ് ദ ഡേറ്റിനടുത്ത് തുടങ്ങാൻ പോണല്ലേ. ഞങ്ങൾ കുറച്ച് വൈകിയെന്നുള്ളൂ. ലൈറ്റ് ഇപ്പുറത്തേക്കോ കുറച്ച് വൈകിയെന്നുള്ളൂ. അവിടെ നമ്മുടെ ഫോട്ടോ എടുക്കണത് ബ്രോസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് സെറ്റ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പടപടാന്ന് തുടങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പുറകെ കാണിക്കാട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ചെറായി വല അവസ്ഥ അത് തന്നെ നല്ല രസമുണ്ട്. ഞങ്ങളുടെ ആദ്യമായിട്ട് കൂട്ടുകാരൻ നിൽക്കുന്നത് നമ്മുടെ കമ്പനിക്കാരൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് നോക്കാം. നേരെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ നോക്കി. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാട്ടാ. നേരെ ഓടിക്കായിരിക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറി. അത് ഞങ്ങൾ ലൈറ്റ് പോണ ഒരു പ്രശ്നം തന്നെ വേഗം സെറ്റ് ചെയ്തെന്ന് അറിയാം. വേഗം സെറ്റ് ചെയ്യാൻ പിന്നെ ചൂടുവാണല്ലോ ഭയങ്കര അവസ്ഥ. അതെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. വാ നമുക്ക് തുടങ്ങിയിട്ട് ബാക്കി കാണാം. വാ. ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര കൂളാക്കി ചെയ്തോ. നന്നായി ചിരിച്ചോളൂ. റെഡി? ചെയ്ത് സ്മൈൽ ചെയ്ത് നൈസ് ചെയ്ത് അങ്ങനല്ല ഇതെന്താ തല ചൊറിഞ്ഞു പോലെ വളക്കണ്ട. പഠിച്ചു അറിയണ്ടേ? പൂ കാണണം.
എനിക്കത് ഞാൻ താഴ്ന്നു ഈ സാധനം താഴ്ന്നു അവര് ഫോട്ടോ ഗ്രൂപ്പിലാണ് ഇവിടെ എല്ലാവരും ചിപ്പോയി അവര് ഫോട്ടോസ് ഷൂട്ട് ചെയ്താണ് ഞങ്ങളുടെ ട്രഡീഷണൽ ലുക്കിലുള്ള ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയം ചിരി ഇത്ര നേരം സൺലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കറക്റ്റ് എന്ത് പരിപാടി ചെയ്ത് ഇങ്ങനെ ഞാൻ പാടുണ്ടോ? പുളിയുറുമ്പാന്ന് തോന്നുന്നു. ഹലോ, അപ്പൊ നോക്കിയേ നമ്മുടെ ഈ കോസ്റ്റ്യൂമിലുള്ള ഷൂട്ട് കഴിഞ്ഞിട്ടാ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് കാണിച്ചിട്ടുള്ളൂ. പിന്നെ അതിന്റെ ഔട്ട് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. സംഭവം വെച്ചാല് എല്ലാം കാണിച്ചു തരാം. വെയിലാണ്. പിന്നെ വെച്ചാൽ ഞാൻ ഇങ്ങനെ വേർത്തുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി പിന്നെ സമയം പൊക്കൊണ്ടിരിക്കുന്ന അടുത്ത ഒരു കോസ്റ്റ്യൂം കൂടെ ഉണ്ട്. അത് ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ട് വേണം, വീഡിയോ അല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ബാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതിന്റെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നൊക്കെ നോക്കാം. കമ്മ്യൂണിറ്റി കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാം. അതെ, അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനെ കാണിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി ഇപ്പൊ നമ്മൾ അടുത്ത കോസ്റ്റ്യൂമിലേക്ക് മാറാൻ വേണ്ടിട്ടാ. അപ്പൊ നല്ല രസമുണ്ട്. നമ്മുടെ ഇപ്പൊ വന്നേക്കണത് വല ഹൗസ് എന്ന് പറഞ്ഞ ചെറായിത്തിന് വല ഹൗസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് വന്നേക്കണത്. നല്ല രസമുണ്ട്. അതെ അതെ അതെ, ഫാമിലി ആയിട്ടും സ്റ്റേ ഒക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. അതെ അതെ അതെ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ബാക്കി കോസ്റ്റ്യൂം മാറിയിട്ട് അടുത്ത ഷൂട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ അടുത്ത ഡ്രസ്സിൽ കാണാം. അതെ, ബാ. തൊടവും കൂടാതെ പടവും കൂടാതെ ഇടവേളി എപ്പോത് കുറയുമാ മടിയിനിൽ സാய்ந்திட துடிக்குது மறுபுறம் நாணமும் தடுக்குது இதுவரை யாரிடமும் சொல்லாத கதை கண்கள் இரண்டு உன் கண்கள் இரண்டு என்னை கட்டி இழுத்தாய் போதாதென சின்ன சிரிப்பு ஒரு கள்ளச்சிரிப்பு என்னை തള്ളിവിട്ട് ഓടി മറിതാ. ഹലോ ഗായ്സ്, അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മളത് അടുത്ത കോസ്റ്റ്യൂമിലേക്ക് മാറി. അപ്പൊ ഇനി വൈറ്റ് ആണ്ടാ നമ്മൾ സാരിനൊക്കെ മാറി. പിന്നെ വേറെ ലുക്കിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് കരുതി. അപ്പൊ സ്റ്റുഡിയോ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട, റെഡി ആയിക്കൊണ്ടിരിക്കണം ഇവിടെ. അതെ, നമുക്കിനി പെട്ടെന്ന് കാര്യങ്ങൾ വെയിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ രാവിലെ തുടങ്ങിയിട്ട് ലേറ്റ് ആയി പോയി. അപ്പൊ ഇനി പെട്ടെന്ന് എടുത്തെടുത്ത് ഒതുക്കണം ഇനി. അപ്പൊ അതിന് അതിന്റെ സെക്ഷൻ നേരത്തെ പോലെ കുറച്ച് കാണിച്ചു തരാട്ടാ. എന്നിട്ട് ബാക്കി അതിന്റെ ഔട്ട് നമുക്ക് പിന്നെ ഇതിന്റെ ഇടയിലേക്ക് ഇട്ട് തരാം. അപ്പൊ നമുക്കിനി ബാക്കി നമുക്ക് അവിടെ പോയിട്ട് അവരെ കാണിച്ചു തരാം. നമ്മളിത് അടുത്ത കോസ്റ്റ്യൂം ഇട്ടാ മറ്റേ നിന്ന് മാറി. അതെ, നമ്മൾ വേറെ ലുക്കിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇരുന്നേ പറഞ്ഞില്ലേ, വല ഹൗസിലാണ് വന്നേക്കണത്. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് വേറെ ബീച്ച് സൈഡ് പിന്നെ എന്നെ ഫോൺ വഴിക്ക് ഒരു സ്ഥലം കൂടി ഉണ്ട്. അവിടെ പറ്റണമെങ്കിൽ അവിടെ ഇവിടെ കയറിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഇറങ്ങിയാണ്. ബ്രോ ഇതാണ് നമ്മുടെ ക്യാമറമാൻ പിക്സൽ അല്ലേ? അതെ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പുറകെ വരും കാര്യങ്ങളൊക്കെ അല്ലേ? അതെല്ലാം അപ്പൊ എന്നിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പം ഭയങ്കര വെയിലാണ്, രക്ഷയില്ല. ഇവിടെ ഇതിൻ്റെ ഒരുത്തന്നെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇവനെ കാണാൻ വഴിയില്ല, ഇവൻ ഇവിടെയാണ് ഇപ്പം. വിഷ്ണു എൻ്റെ കൂട്ടുകാരാണ്, വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ഇവനാണ് ഇവിടെ നോക്കണം. അപ്പോൾ ഇവൻ്റെ വല ഹൗസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ആരിലൊക്കെ ഉണ്ടെങ്കിൽ ചെറായിൽ ഒരു നൈസായിട്ട് കോൺടാക്ട് ചെയ്യുക, താഴെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടാ. അടുത്ത സ്ഥലത്തേക്ക് പോട്ടിനപ്പത്തേ
നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് പോയാലോ? എടാ എസ്തെറ്റിക് ബോയ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബാ. അടുത്ത ഫോട്ടോഷൂട്ടിന് വേണ്ടി ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും ഇപ്പുറത്തേക്ക് തിരികണം. ഭയങ്കര വെളിച്ചം കാണാം. സൗണ്ട് കേൾക്കണമല്ലോ, അതാണ് കണ്ട് ഇത്ര നേരം ബാക്കിൽ ഇതായിരുന്നല്ല കണ്ടോണ്ട്. അപ്പൊ നമ്മളെ ഇപ്പൊ വന്നിരുന്നു വെച്ചാൽ ചെറായി ബീച്ചാണ് തൊട്ടപ്പുറം കാണുന്നത്. ചെറായി ബീച്ചാണ് തൊട്ടപ്പുറം കാണുന്നത്. നമ്മൾ നോക്കി ചിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടൻ്റെ തന്നെ റിസോർട്ടാണ്. അപ്പൊ ഈ റൂട്ടിലാണ്. അതെ കഫേ, നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ചായ, കോഫി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പിസ്സ ഉണ്ട്, പിസ്സ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട്. ഇതിന്റെ തന്നെ ഈ പുള്ളിക്കാരൻ തന്നെയാണ് അപ്പുറം നമ്മൾ ആദ്യം പോയിരുന്നത്, വല ഹൗസ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ ഈ റൂട്ടിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, ചെറായി ബീച്ച് ഈ സൈഡിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കയറാം. ചെറായി ബീച്ച് തൊട്ട് പക്കി തന്നെയാണ്. ചെറായി ബീച്ച് അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറായി ബീച്ചിലേക്ക് ഒരു 100-200 മീറ്റർ കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പൊ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ 2-3 റീലും കൂടി എടുക്കാം. റീലൊക്കെ എടുത്തിട്ടാ, എന്നാലും ഒരു 2-3 റീലും കൂടി എടുക്കണം, എന്നാലാ ഫിനിഷ് ആവുള്ളൂ. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതെ, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് റീലിലേക്ക് പോയാലോ? റീലിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ അറിയിക്കും. അതെ, പോസ്റ്റ് കൊടുത്തേക്കണത്. അപ്പൊ നമുക്ക് റീലിലേക്ക് പോവാം. ബാ. അപ്പൊ നോക്കിയേ, നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതിന്റെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് നൈസായിട്ട്. അതെന്താണ് സൈഡില് മന്ദിഷീനോട്ടിരിക്കണം. അപ്പൊ എന്ന് വെച്ചാല് നല്ല കുറെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോ പറ്റണ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പുറകെ വരും. അതെ, എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. എന്നാലും കുറച്ച് വെയിലിന്റെ ഒക്കെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. നല്ല നല്ല ഫോട്ടോസ് ഒക്കെ കുറെ കിട്ടി. അതെ, പിന്നെ നമുക്ക് പറ്റിയ കുറെ സ്ഥലങ്ങളും കിട്ടിയെടുക്കാൻ പറ്റി. നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് സ്ഥലത്ത് പോയിട്ട് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അപ്പൊ അതും അതിന് ഭയങ്കര സന്തോഷം, ഒന്നും പറയാനില്ല. പിന്നെന്ന് വെച്ചാൽ ഇനി പുറകെ ഇനി ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ കല്യാണം എടുക്കാറായതുകൊണ്ട് 28-ാം തീയതി കല്യാണം. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ. അതെ. പിന്നെ അതിന്റെ അകത്ത് ഒരുപാട് പേര് നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും താങ്ക്സ്. എല്ലാവരോടും നല്ലോണം പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കളിയാക്കലിരുന്നു. അതെ, അപ്പൊ വരാൻ പറ്റണവരൊക്കെ വരണം. അല്ലാത്തവര് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാം നമ്മളെ വീഡിയോ ഒക്കെ ആയിട്ടിടാം. അതെ. അപ്പൊ ഇനിയിപ്പൊ നേരെ വീട്ടിലേക്കാണ് പോണത്. ഇനിയിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷെ ഇപ്പൊ കുറച്ച് ഇനി പിന്നെ പുറകെ കുറെ വന്നുണ്ട്. അതെന്താ പറയണ്ടത്, എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നല്ലൊരു വീഡിയോ ഇത് വരുന്നത്, ഇനി പുറകെ വന്നത് കല്യാണത്തോടനുബന്ധിച്ച കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, ഇനി വെറും 2 ആഴ്ച ഇല്ല. ഇനി 2 ആഴ്ച ഇല്ല, 1.5 ആഴ്ച, 10 ദിവസം ഉണ്ട് ഇനി കല്യാണത്തിന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് പോവാൻ നോക്കിയാലോ? പോവാൻ നോക്കിയിൽ കുറച്ച് നമ്മൾ ഇന്നിപ്പോ ഫോട്ടോ അവിടെ സെക്ഷനിൽ എടുത്ത കുറച്ച് ഇങ്ങനെ നമ്മള് അല്ലറ കുറച്ച് അവിടുത്തെ മൂവ്മെന്റ്സ് മാത്രം നമ്മൾ എടുത്തില്ല ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഷോർട്സ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതിന്റെ കുറച്ച് പിന്നെ വേറെ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതെ വേഗം തന്നെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് തരട്ടെ. അപ്പോ നമുക്കിനി വലിച്ചിട്ട് കൊണ്ടുപോകും. ഇനി കുഞ്ഞു വീഡിയോസ് ആയിട്ട് നല്ല കുറെ വീഡിയോസ് പുറകെ വരും, തീർച്ചയായിട്ടും വരും. അപ്പോ ശരി, എന്നാ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.